ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുക എന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്തോ പൗരാവകാശ ലംഘനമായിട്ട് ചിലർ വ്യാഖ്യാനിക്കുകയാണ്. ജുഡീഷ്യറിയുടെ ആ വ്യാഖ്യാനമാണ് തെറ്റ്. ജനങ്ങൾ എവിടെ നിൽക്കും? സമരം നിരോധിച്ചിട്ടില്ല. ജനാധിപത്യ അവകാശങ്ങൾ ഇന്ന് നിലവിലുണ്ട്. സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം എല്ലാ മനുഷ്യന്റെയും അവകാശമാണ്. അത് മൗലിക അവകാശത്തിൽ പെടുന്നതുമാണ്. അല്ലെങ്കിൽ ഒരു കോടതി ഉത്തരവ് ഇറക്കിയാൽ മതി. കടലിൽ ഖനനത്തിനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ ഉത്തരവ്, നിയമ ഭേദഗതി അത് റദ്ദാക്കിയാൽ മതി. ഈ സമരം വേണ്ട. കേരളത്തിന് 73,000 കോടി ഉറുപ്പിക ഈ ഫെബ്രുവരി 1 ബജറ്റിൽ ലഭിക്കേണ്ടതാണ്. കോടതി കേരളത്തിന് 73,000 കോടി ഉറുപ്പിക കൊടുക്കണമെന്നുള്ള ഉത്തരവിറക്കിയാൽ മതി. ആ ഉത്തരവ് ഇറക്കി കേന്ദ്രം ചെയ്താൽ മതി. ഉത്തരവ് അവിടെ കിടക്കും, കേന്ദ്രം ചെയ്യൂല എന്ന് പറഞ്ഞാൽ സമരം വീണ്ടും വരും. ഇത് ജുഡീഷ്യറിക്കെതിരായ സമരമല്ല, ഇത് ജനങ്ങൾക്കെതിരായ സമരമല്ല, ഇത് പോലീസിനെതിരായിട്ടുള്ള സമരമല്ല. നോട്ടീസ് തന്നപ്പോ ജനാധിപത്യവും നീതിബോധവും ഉള്ളത് കൊണ്ട് ഞാൻ ആ നോട്ടീസ് സ്വീകരിച്ച് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. നീതി വ്യവസ്ഥയും നിയമവ്യവസ്ഥയും അംഗീകരിച്ചുകൊണ്ട് തന്നെ സമരം നടത്താനുള്ള അവകാശം അനുവദിക്കുകയും വേണം. ഇപ്പോ കടകളുടെ മുമ്പിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് കടകൾക്കെതിരായിട്ടുള്ള സമരമായി നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ചിത്രത്തിൽ പകർത്താൻ എടുത്ത മാധ്യമങ്ങൾ നാളെ എഴുതും. ഇതാ കടകൾ മുടക്കി, ഗതാഗതം തടഞ്ഞ് CPM-ന്റെ സമരം. അവർക്ക് വയറ്റിപ്പിഴപ്പാണിത്. പക്ഷേ മലയാളികൾക്ക് ജീവന്റെ പിഴപ്പാണെന്ന് അറിയണം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ. നിങ്ങൾ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധത്തെ കുറിച്ച് ഒരക്ഷരം ഉരിയാടില്ല. എന്നാൽ ഇതുപോലെയുള്ള 10,000 പങ്കെടുക്കുന്ന സമരത്തെ നിങ്ങൾ മോശമായി ചിത്രീകരിക്കും. നാളെ നമ്മൾ പത്രത്തിൽ വായിക്കും, ഇതെല്ലാം ഇവരിപ്പോ പകർത്തുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ചാനലിലും കാണും. ആ ജഡ്ജിമാരെ പ്രകോപിപ്പിക്കാൻ, എന്നിട്ട് നമ്മളെ അകത്താക്കാൻ. ഒരു കാര്യം ഇവരോട് പറഞ്ഞേക്കാം, പണ്ട് ഇതേ സ്ഥലത്ത് ഞാൻ 25 ആളോട് പ്രസംഗിച്ചതാണ്. ആ ചാനലുകാരും വലിയ വാർത്തയാക്കി എന്നെ ജയിലിൽ അയച്ചത്. ആ ചാനലുകാരോട് പറഞ്ഞേക്കാം, ഒരിക്കൽ കൂടി ഈ ചൂടുകാലത്ത് ജയിലിൽ പോകാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ വാർത്താ വിരട്ടലൊന്നും ഞങ്ങളോട് വേണ്ട. കേരളത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഇന്നലെ വയനാട്ടുകാർ ഡൽഹിയിലാണ് സമരം ചെയ്തതെങ്കിൽ ഇനി വയനാടിനോടൊപ്പം ഈ കേരളമാകെ ഒറ്റക്കെട്ടായി ഡൽഹിയിൽ പോകണമെങ്കിൽ ഡൽഹിയിൽ പോകും വിധത്തിലുള്ള ജനകീയ പോരാട്ടത്തിന്